ഇന്ന് എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്നറിയോ? ചില കല്യാണ വീടുകളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക ടൈപ്പ് അച്ചാറാണ് കേട്ടോ. ഇത് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. വെറുതെ ഇരുന്ന് കോരി കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കണത് 3 മാങ്ങയും 3 ക്യാരറ്റും ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം ആദ്യം. കഴുകി നല്ല വെള്ളം മാറ്റി തുടച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളിത് നുറുക്കിയെടുക്കുക. സാധാരണ അച്ചാറിന് നുറുക്കണ പോലെയല്ല കേട്ടോ. ഇതിങ്ങനെ നല്ല നീളത്തിൽ നുറുക്കിയെടുക്കാം. നീളത്തിൽ കനം കുറച്ചിട്ട് നുറുക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ മാങ്ങ മുഴുവനും അങ്ങനെ നുറുക്കിയെടുത്തു. അതുപോലെ തന്നെ ക്യാരറ്റും നമുക്കിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചു. പിന്നെ ദാ ക്യാരറ്റും അരിഞ്ഞു. നീളത്തിൽ തന്നെ കേട്ടോ അരിഞ്ഞെടുത്തത്. പിന്നെ അരിഞ്ഞെടുത്തത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്. അപ്പോൾ അതും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തു. വെളുത്തുള്ളി തീരെ ചെറുതാക്കിയില്ല, അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തു. പിന്നെ പച്ചമുളക് വട്ടൻ തന്നെ അരിഞ്ഞെടുത്തു കേട്ടോ. പച്ചമുളക് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി നല്ല വലിയൊരു പീസ് തന്നെ എടുത്തങ്ങനെ. വെളുത്തുള്ളിയും കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കേട്ടോ. നല്ലെണ്ണയാണ് അച്ചാറുകൾക്ക് എപ്പോഴും നല്ലത്. എന്നിട്ട് കുറച്ച് ഉലുവയും കടുകും കൂടി പൊട്ടിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടിയും പൊട്ടിച്ച് ഇടുക കേട്ടോ. പിന്നെ ഇത് കരിയരുത്. ഇതിൻ്റെ ആ മൂപ്പ് പാകമാകുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ദാ ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കായം പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, അതൊരു തുണ്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പൊടികളൊക്കെ നന്നായി മൂത്ത് നല്ല മണം വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാരറ്റില്ലേ അതിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിങ്ങനെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉള്ളു വേവാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി കേട്ടോ. അത്രയും നേരം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് തിള വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെറുതെ നല്ലപോലെ തിളച്ച് മറിയൊന്നും വേണ്ട, വെറുതെ ചെറിയൊരു തളാട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തള വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് പിന്നെ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് മാങ്ങ തിളച്ച് വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ നല്ലപോലെ ഇനി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ദാ ഇത്രയും പണിയേ ഉള്ളൂ ഈ അച്ചാറിന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ കോരി കഴിക്കാനും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.